ഹായ് ഫ്രണ്ട്സ്, ഇന്നാണെങ്കിൽ ബ്രെഡ് കട്ട്ലേറ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മളൊരു 5 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്, ഒരു ഒനിയൻ, വേണ്ട കറിവേപ്പില, വേണ്ട ഒരു പച്ചമുളക്. ഇതാണെങ്കിൽ നമ്മളൊരു മിക്സിയുടെ ചെറിയ ജാറിൻ്റെ അകത്തോട്ട് ഈ 5 പീസ് ബ്രെഡ്, സവാളയും കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഞാൻ കാണിക്കാൻ 2 കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് കുറച്ച് പെരിഞ്ജീരകപ്പൊടിയോ ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ഇടണം. എന്നിട്ട് ഇതെല്ലാം നമുക്ക് മിക്സിക്കകത്ത് നല്ലോണം അരച്ച് കൊണ്ടുവരിക. നമ്മളിത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണെങ്കിൽ സവാള ഇട്ടതുകൊണ്ട് ഒരുപാടങ്ങ് ഒട്ടിപ്പോവില്ല. അഥവാ ഒരുപാട് വെള്ളം പോലെ ആകുവാണെങ്കിൽ കുറച്ച് ബ്രെഡും കൂടെ നമുക്കിതിൽ ചേർക്കാവുന്നതാണ്. എന്നിട്ട് അതെല്ലാം കൂടെ നമുക്ക് വേറെ ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇതിനെ നമുക്ക് ചപ്പാത്തി മാവ് പരുവത്തി ഉരുട്ടിയെടുക്കാവേ, ഇതുപോലെ. എന്നിട്ട് നമുക്കിതിൽ നിന്ന് ചെറിയ ബോളുകളായിട്ട് എടുത്ത് ഉരുട്ടി നമുക്കിനി ഇതിനെ കട്ട്ലേറ്റ് നമുക്ക് കട്ട്ലേറ്റിൻ്റെ വലുപ്പത്തിൽ നമുക്കിതിനെ ഉരുട്ടി പരത്തി മാറ്റി വെക്കാവേ. ഈ പരുവാവണം. അങ്ങനെ നമുക്ക് വീണ്ടും ഒരെണ്ണം കൂടെ ചെയ്യാവേ. അവരവരുടെ ഇഷ്ടാനുസരണം നമുക്ക് ബോൾ പോലെ എടുക്കാം കേട്ടോ. ഈ ഒരു ഷേപ്പ് തന്നെ വേണമെന്നൊന്നുമില്ല. നമ്മളങ്ങനെ എല്ലാം പരത്തി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് വറുത്തെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പിലോട്ട് വെക്കാവേ. പാൻ ചൂടായ ശേഷം നമുക്ക് കുറച്ച് എണ്ണയും ഒഴിക്കാം. ഒരുപാട് എണ്ണയൊന്നും വേണ്ട, കുറച്ചെണ്ണ മതി. കാരണം ബ്രെഡ് ആയതുകൊണ്ട് നമുക്ക് ഒത്തിരി വേവിൻ്റെ ആവശ്യം വരുന്നില്ല. എണ്ണ ചൂടായ ശേഷം നമ്മൾ ബ്രെഡ് കട്ട്ലേറ്റ് ഓരോന്നായിട്ട് നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ 5 കട്ട്ലേറ്റ് ഈ പാനിൽ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിനെ പരസ്പരം മുട്ടാതെ വിടിയിപ്പിച്ച് നിർത്തണം. ഇതുപോലെ. അങ്ങനെ ഏകദേശം നമ്മുടെ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്ത സൈഡിലോട്ടെല്ലാം തിരിച്ചിടാം. നമുക്കിപ്പോൾ തന്നെ ഒരു ചെറിയ മണമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സൈഡ് വേവുന്നവിടം വരെ വെയിറ്റ് ചെയ്യാവേ. അങ്ങനെ നമ്മുടെ കട്ട്ലേറ്റ് അടിപൊളിയായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലോട്ട് മാറ്റിയിടാവേ. നമുക്കിനി ഇതിനെ തണുക്കാനായിട്ട് കുറച്ച് നേരം മാറ്റി വെക്കാവേ. അങ്ങനെ നമ്മുടെ കട്ട്ലേറ്റ് എല്ലാം തണുത്ത് സെറ്റായിട്ട് ഇരിപ്പുണ്ട്. നമുക്കിനി ഇതിനെ വേറെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാവേ. ഞാനാണെങ്കിൽ ഭംഗിക്ക് കുറച്ച് കറിവേപ്പില അതിൻ്റെ മണ്ടയ്ക്ക് വെക്കുന്നുണ്ട് കേട്ടോ. വീഡിയോയ്ക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയാ കേട്ടോ. അങ്ങനെ നമ്മുടെ ബ്രെഡ് കട്ട്ലേറ്റ് അടിപൊളിയായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.